ഇരകളുണ്ടാകുമ്പോൾ മാത്രം ഉണർന്നെഴുന്നേൽക്കുന്ന അധികാരികൾ ഒരു അധികാര അനാസ്ഥയുടെ അധികാര വീഴ്ചയുടെ വല്ലാത്തൊരു വാർത്ത, സങ്കടപ്പെടുത്തുന്ന വാർത്ത വരുന്ന മണിക്കൂറാണ്. 3 ജീവനുകളാണ് പൊലിഞ്ഞത്. സാധാരണക്കാരാണ്, ചുമട്ടുതൊഴിലാളികൾ. എടുത്താൽ പൊങ്ങാത്ത ഭാരം ചുമന്ന് കുടുംബം നോക്കുന്ന 3 പേർക്ക് അധികൃത അനാസ്ഥയിൽ കെട്ടിടം പൊളിഞ്ഞ് മരണം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും സങ്കടകരമായ വാർത്ത വരുന്ന മണിക്കൂറുകൾ. ആ വാർത്തയിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. കോഴിക്കോട് വലിയങ്ങാടിൽ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന 3 മരണം, ഗുരുതര പരിക്കേറ്റ ഒരാളെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ഇപ്പോൾ നമ്മോടൊപ്പം ദിരിശ തിലകൻ ബീച്ച് ആശുപത്രിയിൽ. ദിരിശ, ഈ പറഞ്ഞതുപോലെ അധികൃത അനാസ്ഥ സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അറിയേണ്ടത്, ഈ മണിക്കൂറിൽ അറിയേണ്ടത്, പരിക്കേറ്റവരുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അതിന്റെ വിശദാംശങ്ങൾ. സുഹൈൽ, നിലവിൽ ഇപ്പോൾ 2 പേരാണ് ആ ചികിത്സയിലുള്ളത്. അതിൽ ഒരാളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് അല്പസമയം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. മറ്റൊരാൾ ബീച്ച് ആശുപത്രിയിൽ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ അല്പസമയം മുമ്പ് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മരിച്ചവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി ആദ്യം മേയർ ഒ സദാശിവനാണ് എത്തിയത്. അദ്ദേഹം വിവരങ്ങൾ എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. മാത്രമല്ല, പ്രതിപക്ഷ കൗൺസിലർമാരടക്കം ഒട്ടനവധി പേർ ഈ വിവരം അറിഞ്ഞ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സദാശിവൻ മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കെട്ടിടത്തിന്റെ പരിശോധനകൾ നടന്നതാണ് എന്നാണ്. നമുക്കറിയാം, പുതിയ ഭരണസമിതിയാണ്, അവരുടെ അടുത്തേക്ക് വിവരങ്ങൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം പഴയ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെ കുറിച്ചൊന്നും അവരോട് പ്രത്യേകിച്ച് ആരും തന്നെ പുതിയതായിട്ട് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ മേയർ പ്രതികരിച്ചത് കെട്ടിടത്തിന്റെ പരിശോധനകൾ നടന്നിരുന്നു, കെട്ടിടം അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ്. കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് മേയർ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ അല്പസമയം മുമ്പ് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ ആശുപത്രിയിൽ എത്തുകയുണ്ടായി. അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്തായാലും നഷ്ടപരിഹാരം നൽകണം. ഈ കെട്ടിടം അൺഫിറ്റ് ആയിരുന്നു എന്നാണ് കോർപ്പറേഷൻ പ്രതിപക്ഷം ഉറപ്പിച്ച് പറയുന്നത്. അത് 2024 കെട്ടിടം അൺഫിറ്റ് ആണ് എന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷം കണ്ടെത്തിയതാണ്. ഈ വലിയങ്ങാടിയിൽ തന്നെ ഏകദേശം 5 കെട്ടിടങ്ങൾ ഇത്തരത്തിൽ അൺഫിറ്റ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. നേരത്തെ തന്നെ 2024 തന്നെ DPR തയ്യാറാക്കിയതാണ്. ഈ 2024 കെട്ടിടം പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SK അബൂബക്കർ പ്രതികരിക്കുകയാണ്. എന്തുകൊണ്ട് പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടങ്ങൾക്ക് വാടക നൽകിയെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ കോർപ്പറേഷൻ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരികയാണ്. എന്തായാലും നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണുള്ളത്. ഈ വിവരം അറിഞ്ഞ് ബന്ധുക്കളടക്കം ഈ മരിച്ച തൊഴിലാളികളുടെ വീടുകളിലൊക്കെ അറിയിച്ചു വരുന്നേ ഉള്ളൂ. അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടെ ജോലി ചെയ്യുന്നവരടക്കം ഈ വിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയാണ്. അതീവ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ 7ഓളം പേർ ഈ അപകടം നടക്കുന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അതിൽ 2 പേർ അപകടം നടക്കുമ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ 5 പേരാണ്. വേദനയാണ്. പക്ഷേ ഈ വേദനയ്ക്ക് പിന്നിൽ ഒരു അധികൃത അനാസ്ഥയുണ്ട്. അത് വെളിച്ചത്താകുന്ന മണിക്കൂറുകൾ കൂടിയാണ്. നിഖിൽ പ്രമേഷ് ഇപ്പോൾ കോർപ്പറേഷന് മുമ്പിൽ ചെയ്തു. നിഖില്, പൊന്മുട്ടയിടുന്ന താറാവെന്ന കണക്കാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ കോർപ്പറേഷൻ കണക്കാക്കിയിരുന്നത്. കാലപ്പഴക്കമുണ്ടെങ്കിലും കണ്ടം ചെയ്യണമെന്ന് തിരിച്ചറിവുണ്ടെങ്കിലും വാടക കിട്ടുന്നിടത്തോളം കിട്ടട്ടെ എന്ന അലംഭാവത്തിന്റെ പുറത്ത് പൊരിഞ്ഞ 3 ജീവനുകളാണ്. കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ തൽസ്ഥിതി എന്താണ്? പ്രതിപക്ഷമടക്കം പ്രതിഷേധം ഉയർത്തുന്നുണ്ടോ? ഞങ്ങൾ ഭരണത്തിലേറിട്ട് കുറച്ചല്ലേ ആയുള്ളൂ എന്നൊക്കെ അങ്ങേയറ്റം ദുർബലമായ വാദങ്ങളാണ്. നിഖിൽ, സുഹേൽ, ഇപ്പോൾ കോർപ്പറേഷൻ കെട്ടിടത്തിന് മുന്നിൽ BJPയുടെ കൗൺസിലർമാരടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങൾ കൗൺസിലർമാരാണ്, ഞങ്ങളെങ്കിലും കടത്തിവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസുമായ ഒരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നേരത്തെ പ്രകാശ് ബാബുവുമായി വളരെ വലിയൊരു കയ്യേറ്റത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ദീർഘനേരം അദ്ദേഹം ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അദ്ദേഹവും മറ്റ് നേതാക്കളുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ കൂടുതൽ BJP നേതാക്കൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അവരുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കോർപ്പറേഷൻ കെട്ടിടത്തിന് അകത്ത് കയറി മേയറേയും ഒപ്പം തന്നെ സെക്രട്ടറിയും കണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവരെ കടത്തിവിടാൻ നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് തയ്യാറായിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വാക്കേറ്റം ഈ പോലീസും ഒപ്പം തന്നെ BJP നേതാക്കളും തമ്മിലുള്ള ഒരു വാക്കേറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തങ്ങളെ കടത്തിവിട്ടേ മതിയാവും, ഞങ്ങൾ കൗൺസിലർമാരാണ്, സ്വാഭാവികമായും തങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടേ മതിയാകൂ എന്നാണ് ഇപ്പോൾ ഈ BJPയുടെ കൗൺസിലർമാരടങ്ങുന്ന സംഘം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.